നെറുകെട്ട ലോകം, കാലം കണക്ക് ചോദിക്കാതെ ഒന്നും കടന്നു പോകില്ല എന്ന് നമുക്ക് കാവ്യാത്മകമായി പറയാമെങ്കിൽ പോലും അയാളുടെ രക്തം, അയാൾ വിയർപ്പ് തുള്ളികളായി കളിക്കളത്തിലെ കുറ്റിച്ചു വീണതിന്റെ കണക്കിനൊന്നും കാലം പകരം ചോദിക്കുന്നില്ലല്ലോ എന്നുള്ള നിരാശയായിരിക്കും ആത്മാർത്ഥമായിട്ട് ആ മനുഷ്യനെ സ്നേഹിച്ചവരുടെ ഉള്ളിൽ ഇപ്പോൾ ഒരു ആങ്കർ പോലെ തുളച്ചു കയറിക്കൊണ്ടിരിക്കുന്നത്, ഒരു നങ്കൂരം പോലെ തുളച്ചു കയറിക്കൊണ്ടിരിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരുടെ ഹൃദയവും ആത്മാവും പ്രതീക്ഷയും എല്ലാം അഡ്രിയാൻ ലൂണ എന്ന ഒരൊറ്റ മനുഷ്യൻ തന്നെയായിരുന്നു. അഡ്രിയാൻ നിക്കോളാസ് ലൂണ അൽച്ചിമാർ എന്ന ഈ ഒരു ഉറുഗ്വേൻ താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് പാതി വഴിയിൽ എവിടെയോ വെച്ച് പോയ വിശ്വാസം തിരികെ വരികയായിരുന്നു. മൃതമായി പോയ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ, സ്വപ്നം കാണാൻ പോലും കഴിയാതെ സ്വപ്നങ്ങളുടെ ചിറക് കരിഞ്ഞു പോയ നിരാശയുടെ ചെളിക്കുണ്ടിലേക്ക്, അഗാധഗർത്തത്തിലേക്ക് കാഴ്ന്നുപോയ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് പ്രതീക്ഷകളുടെ ചിറക് തുന്നിപ്പിടിപ്പിച്ച് അവരെ വീണ്ടും സ്വപ്നം കാണാൻ പഠിപ്പിച്ചവന്റെ പേരുകളിൽ ഒന്നുകൂടിയായിരുന്നു അഡ്രിയാൻ നിക്കോളാസ് ലൂണ അൽച്ചിമാർ എന്നത്. ഈ നെറുകെട്ട ലോകത്തിനും നെറുകെട്ട കാലത്തിനും ഉപയോഗം കഴിഞ്ഞ ശേഷം വലിച്ചെറിയാനുള്ള ഒരു കരിമ്പിൻ ചണ്ടി മാത്രമായ അദ്ദേഹവും പാകപ്പെടുന്നു എന്ന് ഓർക്കുമ്പം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് ഒരിറ്റ് നെടുവീർപ്പോടെ അല്ലാതെ ആ മനുഷ്യനെ ഓർക്കാൻ കഴിയില്ല. IFT ന്യൂസ് മീഡിയയുടെ റിപ്പോർട്ട് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ കുറേ സമയം മുമ്പ് കണ്ടതാണ്. ഞാൻ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചത്. പിന്നെയും വിചാരിച്ചു എന്തിനാ അതിനെക്കുറിച്ച് ഇങ്ങനെ വലുതായിട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്നത്, ഒരു യൂഷ്വലി നമ്മുടെ ഉള്ളിൽ വരുന്ന സാധനങ്ങൾ പറഞ്ഞിട്ട് അങ്ങ് പോകാം എന്ന് കരുതി. അഡ്രിയാൻ ലൂണയുടെ വിയർപ്പ് തുള്ളികൾ ഒറ്റ വീണാത്ത ഒരു പുൽനാമ്പ് പോലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളിക്കളങ്ങളിൽ ഉണ്ടായിരിക്കില്ല. കാരണം ബോക്സ് ടു ബോക്സ് ഓടിക്കളിച്ച് തന്റെ രക്തത്തുള്ളിയും അവസാനത്തെ ഊർജ്ജ കണികയും വരെ വിയർപ്പ് തുള്ളിയായി കളിക്കളത്തിലേക്ക് ഉറ്റിച്ചു വീഴുന്ന ആ മനുഷ്യന്റെ കമ്മിറ്റ്മെന്റിന് നമുക്ക് മതിയായ വില കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലടേ. ഏറ്റവും ഒടുവിൽ IFT ന്യൂസ് മീഡിയ റിപ്പോർട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതിനകത്ത് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് അഡ്രിയാൻ ലൂണയോട് താൻ ഇവിടെ തുടരേണ്ട ആവശ്യമില്ല, മറ്റ് ഓപ്ഷനുകൾ പരിഗണിക്കൂ എന്ന് പറയുന്നതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും ലൂണയെ വളരെ നേരത്തെ തന്നെ സ്വന്തമാക്കാൻ ശ്രമിച്ച ക്ലബ്ബുകൾ ഇപ്പോഴും ലൂണയ്ക്ക് പിന്നാലെ ഉണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. മോഹൻ ബഗാൻ നേരത്തെ ലൂണയെ ശ്രമിച്ചു. ഇനിയിപ്പോൾ അവർക്ക് ലൂണയുടെ ആവശ്യമുണ്ടോ എന്നറിയില്ല. അവർ ഒരു മിഡ്ഫീൽഡറായിട്ട് ലൂണയെ സമീപിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ നിലവിൽ ഏറ്റവും ലൈവായിട്ടുള്ള സാധ്യതകൾ ചൂണ്ടിക്കാട്ടപ്പെടുന്നത് മുംബൈ സിറ്റി FC-യിലേക്കും FC ഗോവയിലേക്കുമാണ്. രണ്ട് ക്ലബ്ബുകളും ലൂണയെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തി പരാജയപ്പെട്ടവർ തന്നെയാണ്. തന്റെ കരിയർ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മഞ്ഞ ജേഴ്സിയിൽ അവസാനിപ്പിക്കാനാണ് ആഗ്രഹം എന്ന് പറഞ്ഞ ആ മനുഷ്യൻ, ഈ ഒരു ക്ലബിന് വേണ്ടി കളിച്ച് തന്റെ കളിജീവിതം അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹിച്ച ഒരു മനുഷ്യനെ വലിച്ചെറിയുന്ന പഴച്ച മാനേജ്മെന്റിന്റെ തണുത്ത സമീപനത്തിനോട് നമ്മൾ എന്ത് പറയണം? ഇതാണ് ലോകം. ഉപയോഗം കഴിഞ്ഞാൽ എല്ലാം വലിച്ചെറിയപ്പെടും. അഡ്രിയാൻ ലൂണയുടെ കാര്യവും അങ്ങനെ തന്നെയാണ്. ആ മനുഷ്യനെ ഒരു താരമെന്നതിലുപരി ആരാധകരുടെ വികാരത്തിനോട് ചേർത്ത് വെച്ച് വിറ്റ് നിന്നവന്മാർക്ക് ഇപ്പോൾ അയാൾ ഒരു അധികപ്പറ്റായി എന്നൊന്നുമല്ല പറയേണ്ടത്. ഇവിടെ പല ഇൻട്രസ്റ്റ് പലതിനും ഉണ്ട്. ഇപ്പം കേരള ബ്ലാസ്റ്റേഴ്സിന് കിരീടം നേടണമെന്ന് ഇവിടുത്തെ മാനേജ്മെന്റിന് ശക്തമായിട്ടൊരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ ഇവാൻ ബുക്കോ മനോവിച്ചിന്റെ ആദ്യ സീസണിലെ ടീം നിങ്ങൾ നോക്കണം. അഡ്രിയാൻ ലൂണ, പിന്നെ നമ്മുടെ ആൽവറോ വാസ്കസ്, ജോർജ പെരേര ഡയസ്, ഈ മൂന്ന് ത്രിമൂർത്തികളെ തൊട്ടടുത്ത സീസണുകളിലേക്ക് കൂടി നിലനിർത്തിയിരുന്നെങ്കിൽ ആ സീസണിൽ നമുക്കിപ്പോൾ ഉണ്ടായിരുന്ന മാർക്കോ ലെസ്കോവിച്ചിനോടൊപ്പം തന്നെ മറ്റൊരു മികച്ച പ്രതിരോധ താരത്തിനെ കൂടി, അതായത് ഉള്ള താരങ്ങളെ നിലനിർത്തി അതിലെ വീക്ക് ലിങ്കുകളെ മാറ്റിയിട്ട് പുതിയൊരാളെ സൈൻ ചെയ്തത് നമുക്ക് തൊട്ടടുത്ത വർഷം കിരീടം കിട്ടുമായിരുന്നു. പക്ഷേ നമ്മൾ അപ്ഗ്രഡേഷൻ അല്ല ആഗ്രഹിച്ചത്. നമുക്ക് തുറന്ന് തിന്നുന്ന, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഇതിനെക്കുറിച്ച്, ഞാനൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. ഏതായാലും IFT ന്യൂസ് മീഡിയയുടെ റിപ്പോർട്ട് വിശ്വസിക്കുകയാണെങ്കിൽ അഡ്രിയാൻ ലൂണയോട് പുതിയ ഓപ്ഷനുകൾ പരിഗണിക്കാൻ, അല്ലെങ്കിൽ മറ്റു ക്ലബ്ബുകളുടെ ഓഫറുകൾ പരിഗണിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അധികൃതർ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ലൂണ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ശത്രുവായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ കളിക്കാനുള്ള സാധ്യതയെക്കുറിച്ച് എനിക്കറിയില്ല. അദ്ദേഹം അതിന് തയ്യാറാവുമെന്ന് അറിയില്ല. ടു ബി ഫ്രാങ്ക്, ലൂണ എതിരാളികളുടെ കുപ്പായത്തിൽ വന്ന് കൊച്ചിയിൽ വന്ന് ബ്ലാസ്റ്റേഴ്സിന്റെ നെഞ്ചത്ത് പഞ്ഞിക്കടൽ കർമ്മം നടത്തിയാൽ ചിലപ്പോൾ ആ സമയത്ത് വിഷമം തോന്നിയാലും നിലവിലൊരു മൈൻഡ് സെറ്റ് വെച്ച് എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ.